ഗൈസ്, നമ്മുടെ ഇന്നത്തെ ലാസ്റ്റ് പരിപാടി ചിക്കൻ അൽഫാം വൃത്തിയാക്കി കൊണ്ടിരിക്കണേ. നമ്മളിന്ന് രാത്രി ഇത് ഷവായൊക്കെ സെറ്റ് ഇത്രയും വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി മസാല പൊടിപ്പിക്കണം അല്ലേ? സെറ്റ് സെറ്റ്. മസാല പൊടിപ്പിക്കുന്ന സെക്ഷനിലോട്ട് നമുക്ക് പോവാം. സെക്ഷൻ ആയിട്ടില്ല. കമ്പനീന്റെ പ്രൊമോഷനാണ്. സുഹാന ബാർബിക്യൂ മിക്സ് ആണ്. അപ്പൊ അതെങ്ങനെ ഉണ്ടെന്ന് നമുക്കൊന്ന് മിക്സിങ് പരിപാടിയിലാണ് അല്ലേ? ഏത് കത്രിക? ഹനുമാൻ മല തൂക്കിട്ട് പോണ മാതിരി. അപ്പടിയാ ഹനുമാൻ മാതിരി. സെറ്റ് സെറ്റ്. മയണൈസ് കൂട്ടി ഒരു പിടി പിടിക്കും. ഇതൊക്കെ വറുത്തിട്ട് കിടക്കണ കിടപ്പ് കണ്ട ഗായ്സ് ഒക്കെ പൊരിഞ്ഞില്ലാണ്ടാവാൻ പോണ്. എന്താവുന്നു നമുക്ക് കണ്ടറിഞ്ഞില്ല. നോക്കിട്ട് പുതിയൊരു കത്തി തട്ടിയില്ലല്ലോ കയ്യില്. ഇവിടെ വന്ന് എടുക്കണം. മഞ്ഞപ്പൊടി കുറച്ച് ലെമൺ അല്ലേ? ഇന്നൊരു പൊടി. മറ്റേ കത്തിയോടെ നമ്മൾ വാങ്ങിച്ചത് എവിടെ? അപ്പൊ ഇത് ഏത് കത്തി? ഇവിടത്തെ കത്തിയാ? ഇന്നൊരു പൊടി ഗൈസ്. എല്ലാരും വാങ്ങോ. ഇന്നൊരു പൊടി. ലെമൺ വേണോ? ലെമൺ എന്ത് മതി? കുറച്ചുകൂടെ വെച്ചോ. എങ്ങനെ ഉണ്ടാവും എന്തോലെ നമ്മുടെ അൽഫാം? അടിപൊളിയായിരിക്കും. വി ഹോപ്പ്. പിടിപ്പിക്കടാ അതിനെ. എനിക്ക് കൂടിയാ ഉപ്പിടണം, അതാണ് പ്രശ്നം. ഉപ്പ് ഇതാ ഉപ്പ്. ഇതാ ഉപ്പ്. നീ എന്ത് കറങ്ങണ വട്ടം വെക്കണ്ടേ പിള്ളേ? എടാ എനിക്കൊരു ഇത് തന്നെ കാണുമ്പോ തന്നെ പിടിക്കാൻ തോന്നണം. കുഴപ്പമില്ല, ഉപ്പില്ലാത്ത ടേസ്റ്റ് ഇതാണ്. കറക്റ്റായിട്ട് കണ്ടുപിടിച്ചു. ഇനി ഒന്ന് നക്കി നോക്കൂ. നക്കറായിരുന്നു നമ്മുടെ സുനജ്. സെറ്റായ? എവിടെ നോക്കട്ടെ. ഉപ്പ് ഇല്ലേ? കുറച്ചും കൂടി ഇട്ടോ. ഒരുപാട് ഇട്ടണ്ട. മതി, സെറ്റ് മതി. ഇനി ടേസ്റ്റ് ചെയ്യണ്ട. ഇനി ടേസ്റ്റ് ചെയ്ത പ്രശ്നം. നേരെ അങ്ങോട്ട് പെരട്ടിക്കോ.
ചെക്കൻ കൂട്ടനെ കിടത്തി അങ്ങോട്ട് പെരട്ടടാ. കുളിപ്പിച്ചങ്ങോട്ട് കട്ടത്ത ഞാൻ ഇത് ഇവിടുന്ന് മാറ്റാം. അത് ഇവനാണ് തട്ടൂട്ട് കുറച്ച്. എന്താ അച്ചു ശ്രദ്ധിക്കണ്ട. മസാല വേണമെന്നുണ്ടല്ലോ ഇടയിലൊക്കെ തിരികട്ടെ ഞാൻ അങ്ങനെ അല്ലാത്തത്. അതെ, രണ്ടെണ്ണം കഴിയുമ്പോഴേക്കും മസാല തീരും. ഉണ്ടാവൂടാ പിന്നെ ഒരു കാര്യമുണ്ട്, അത്രേ ഉള്ളൂ. ഇതില്ലേ ഇത് മാറ്റത് വേറെ കഴുത്താ വെക്കാം, അല്ലെങ്കിൽ ഒരു അത് കട്ട് ചെയ്യണം. അത് കട്ട് ചെയ്യും. പറ്റും. ആ കത്തി എടുക്കും, മറ്റേ കത്തി എടുക്കും. കട്ട് ചെയ്യാൻ പറ്റും. പുതിയത് വേണ്ടല്ലോ. ഇത് തെക്കേണ്ട വരണ്ട മസാല. അതല്ല ഇത് ഈ മസാലയൊക്കെ തേക്കണം. കുഴപ്പമില്ല. വേണമെങ്കിൽ കട്ട് ചെയ്യാം. അത് അവിടെ കത്തിയുണ്ട്. നമുക്ക് ഈ പീസ് മാത്രം ആക്കി തരില്ല അവര്. ഈ തേങ്ങ ഇതാണ് നമ്മുടെ എന്തല്ല നേഴ്സ്, വെറും കൈ കൊണ്ട് വെറും കൈ കൊണ്ട്. കയ്യിൽ വേറെ ഒന്നുമില്ല, ഒന്നും വേണ്ട, വെറും കൈ മാത്രം. വെറും കൈ മാത്രം മതി. കത്തി ഇല്ലാതെ ഷാർപ്പാണ് കൈ. അടുത്തത് നമ്മൾ തിരിച്ചു വന്നിരിക്കുകയാണ് ഗൈസ്. ഇതാ മസാല ഫുള്ള് തേച്ച് കഴിഞ്ഞു. ഇട്ട് കൊടുക്കട്ടെ. മസാല ഫുള്ള് തേച്ച് കഴിഞ്ഞു. ഇനി നമ്മുടെ അടുത്ത പരിപാടി സാലഡ് ഉണ്ടാവും. സാലഡ് ഉണ്ടാക്കി. സാലഡ് ഉണ്ടാക്കാൻ അപ്പോഴേക്കും അടുത്ത ഗായ്സ് എത്തി. ഗായ്സ് ഹായ് ഹായ് ഓ ഹായ് ഗായ്സ്, നമസ്കാരം ഗായ്സ്. എന്തായി പെടുത്ത് പെടച്ചോ? കരടി നിങ്ങളെ കണ്ട് പേടിച്ചോടി എന്നൊക്കെ കേട്ടു. ഇവിടെ 5 മിനിറ്റ് ആയിട്ടുള്ളൂ. കിലോമീറ്റർ പോകണ്ട ഞങ്ങൾ ഊട്ടിയുടെ ബ്ലൂ പ്രിന്റ് ഇപ്പൊ എന്നോട് ചോദിച്ചാൽ ഞാൻ വേണേ വരച്ചാൽ എങ്ങനെ കറക്റ്റ് പേപ്പർ എടുത്തു ഒരു ഇതിൽ വരച്ചിട്ട് അടിപൊളി പണ്ട് ബെസ്റ്റ്. അതെ അതെ അതെ, ഭയങ്കര മസാല. ഇതാണോ മൈനസ്? ഇത് വാങ്ങാൻ വേണ്ടി കടകളിൽ പോയി. നീ എന്നോടാണ് 3-4 കടയിൽ പോയി കഥ പറയുന്നത്. ഞങ്ങളിവിടെ 7-8 എടാ ചാർക്കോളിന് എത്രയായി? അതിനെത്ര 10-200 ഓമ്പോ കിടക്കണ കിടപ്പ് നോക്ക്. ഇതിനെല്ലാത്തിനും നമ്മള് മസാല കൂടിപ്പോയി. 360 നടന്നുണ്ടാവും. സുന്നത്തിനൊരു 360. വെയിറ്റിൽ കുറച്ച് ഫ്രണ്ടിൽ കയറിക്ക്. അതായത് ആ പഴത്തിലൊക്കെ ആ മസാല തേച്ച് നല്ല ടേസ്റ്റ് ഉണ്ടാവും. സുന്നത്തിനൊരു 360. കണ്ട ആനന്ദ കണ്ണീര് പൊഴിയുന്നത് കണ്ട്. അതെ, കഴുകി വെക്കട്ടെ കേട്ടോ. ഇതത് മസാല കട്ടിംഗ് ബോർഡ് അവിടെ അതായിരിക്കണേ. കൊള്ളില്ലേ കട്ടിംഗ് ബോർഡ്? മെയിൻ അങ്ങനെ ക്യാമ്പ് ഫയർ സെറ്റ് ചെയ്യാനുള്ള പരിപാടികളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നല്ല ബാർബിക്യൂ ചെയ്യാനുള്ള സാധനം ഇവിടെ എത്തിച്ചിട്ടുണ്ട്. ഇതെന്താ കാണിക്കുന്നത്? എവിടെ എന്താണ് വന്നിട്ട്? ആ ഇതൊക്കെ മഞ്ഞാണ് കഴിച്ചത്. പുലി കാട്ടുപോത്ത് വരും. അത് ഞങ്ങൾ കണ്ട് ഇനി ധൈര്യത്തിലിരിക്കാലോ.
ഹലോ, എന്താ അവിടെ ഊട്ടിയിലാണ്. പന്തം ഇതാക്കാനോ എന്നിട്ട് അത് കത്തിക്കാൻ. ഇതന്നെ വേണ്ടി വരില്ലേ? മഴയാ? അതെ, മെയിന് ഗുണാക്കേവൊന്നുമില്ല. കൊറേ സ്ഥലങ്ങളിൽ കൊടൈക്കനാൽ ഗുണാക്കേവും മെയിനാണ്. അതെ, ഞങ്ങളങ്ങനെ ക്യാമ്പ് ഫയർ സെറ്റ് ചെയ്തു ഗായ്സ്. മുസുമില്ലെന്ന് പറയ്, ഞാനേ കുറച്ച് കഴിഞ്ഞിട്ട് വിളിക്കാറുണ്ട്. ഇവിടെ ക്യാമ്പ് ഫയർ സെറ്റ് ആയിക്കൊണ്ടിരിക്കും. ഞാൻ ഇപ്പൊ വിളിക്കാം. വാവ്, ഈ നല്ല രസം. അങ്ങനെ ഞങ്ങളിവിടെ ക്യാമ്പ് ഫയർ സെറ്റ് ചെയ്തു. നിക്കടാ നിക്കടാ. എന്താ ചെയ്യണ്ട നീ? ഇനി ഇതെന്ത് ചെയ്യാനാണ്? ഈ പേപ്പറൊക്കെ കൊണ്ടുവന്നിട്ട് അങ്ങനെ കൂട്ടത്തോടെ ഇടല്ലേ അങ്ങനത്തെ താ. അവര് അറിയണവർക്കൊക്കെ അവര് സുഖമായിട്ട് കത്തിക്കണം. പഠിച്ച പണി 18 നോക്കിയിട്ടും നടക്കാത്തൊരു ഐറ്റം. ഒരാള് വിചാരിച്ചിട്ട് അടുത്ത കാണിച്ചു തരുവോടാ. കത്തി തുറന്നോ? ഒരുവിധം സെറ്റാക്കി. രണ്ടോ പറ്റില്ലേ? കൈ കഴുകണം കേട്ടോ. അങ്ങനെയൊക്കെ ആണെങ്കിൽ അവള് നിറയെ കഴിക്കും. ഇപ്പൊ കറക്റ്റ് വരണ്ട്. അയ്യോ അൽഫാം അങ്ങനെ റെഡി. എന്തായാലും എന്റെ മോനെ പുള്ളിട്ടാ. എങ്ങനെയുണ്ട്? അടിപൊളി. കഴിക്കുന്നതിന് മുമ്പേ അടിപൊളി പറഞ്ഞു അല്ലേ? എന്താ തെറ്റിദ്ധരിക്കരുത്. ഞാൻ നേരത്തെ ഗ്രേവി വരാണ്ട് പൊറോട്ട. ഓ മോനെ സെറ്റ് സാധനം. കൈയുണ്ട് നീ എങ്ങനെയുണ്ട്? റെഡി. അതാരാ അവിടുത്തെ
അത് ഞാൻ